ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇത്രയും ദിവസം നമുക്ക് രാവിലെ ചോറ്, ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നല്ലോ, അല്ലെങ്കിൽ കഞ്ഞി അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തി പിന്നെ മുട്ടക്കറിയാണേ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ വേഗം തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ മദ്രസയിൽ പോകുമ്പോഴേക്കും ചപ്പാത്തിയുടെ പൊടിയുടെ പണികളും അതേപോലെ തന്നെ കറിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ പിന്നെ അവർ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിന്ന് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ തന്നെ നമുക്കിപ്പോൾ എന്നും ഫുഡ് കഴിക്കാൻ വരുന്ന ഒരു വ്യക്തികളാണ് ഇതൊക്കെ. എന്താ പറയുക, ഒരു പട്ടി പ്രസവിച്ചിട്ട് എവിടെയോ പ്രസവിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വരും. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. തലേ ദിവസത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തപ്പോൾ അത് അവരവിടെ നിന്ന് കഴിച്ച് നല്ല വൃത്തിയായി കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ നമുക്ക് അവരെ കൊണ്ട് വലിയ ശല്യവും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വരും, പോകും, അങ്ങനെയായിരുന്നു. പിന്നെ കറിക്ക് വേണ്ട മുളകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒന്ന് മുട്ടക്കറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടയൊക്കെ ഒന്ന് തൊണ്ടുരിഞ്ഞെടുക്കുന്നുണ്ട്. കറി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കുട്ടികളൊക്കെ മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ അവരിങ്ങനെ ഓരോന്നിന് വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവർ പോയതിന് ശേഷമാണ് ചപ്പാത്തി പരത്താനും ഒപ്പം തന്നെ കറിയുടെ കാര്യം കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എന്താ പറയുക, സത്യമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി പരത്താനും വല്ലാണ്ട് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ചപ്പാത്തിയുടെ വലിയ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ വല്ല അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്യാറ്. ഉണ്ടാക്കൽ വളരെ കുറവാണ്. മുന്നൊക്കെ റേഷൻ കടയിൽ നിന്ന് ചപ്പാത്തിയുടെ പാക്കറ്റ് കിട്ടിയിരുന്നു, അല്ല പൊടിയുടെ പാക്കറ്റ് കിട്ടിയായിരുന്നു. ഇപ്പം അത് കിട്ടാണ്ടായപ്പോൾ അങ്ങനെ വാങ്ങിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് എനിക്ക് വലിയ വശമൊന്നുമില്ല. നല്ല ഷേപ്പിലൊന്നും കിട്ടാറില്ല കേട്ടോ. സത്യം പറയാലോ, ഷേപ്പിലൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ചിലപ്പോൾ അമീബയുടെ ഷേപ്പിലൊക്കെയാണ് ചില ചപ്പാത്തികളൊക്കെ വരാറുള്ളത്. ഇന്നത്തെ വലിയ കുഴപ്പമില്ല, ഷേപ്പ് കിട്ടിയില്ലെങ്കിലും പൊള്ളക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ പാതു പറഞ്ഞതാട്ടോ, ചപ്പാത്തി പൂരിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു പാക്കറ്റ് പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു തവണ ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ അത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ. അതോടുകൂടി അത് കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഇനി കുറേ കഴിഞ്ഞിട്ടായിരിക്കും ചപ്പാത്തിയുടെ ഇടപാടൊക്കെ. വല്ലാണ്ട് വലിയ ഇഷ്ടവും കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്കൊരു പൂതിയൊക്കെ പറയുമ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കും. പിന്നെ കുറച്ച് മടിയുണ്ട്, ചപ്പാത്തിക്ക് കുറച്ച് നേരം ഉണ്ടല്ലോ. പെട്ടെന്ന് തന്നെ പണി കഴിക്കലാണ് മെയിനായിട്ട് എൻ്റെ ഹോബി. അതുകൊണ്ടാണ്. പിന്നെ ഇത് നല്ലപോലെ പൊള്ളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷേപ്പില്ലെങ്കിലും ചപ്പാത്തി പൊള്ളച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ദേ ആ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേ ചപ്പാത്തിയൊക്കെ കണ്ടില്ലേ, ഷേപ്പില്ലാണ്ട് ഏതൊക്കെയോ ഒരു ഷേപ്പിലായിരുന്നു. എന്നാലും കഴിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ച് അവർ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മളും കൂടെ കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ അവർക്ക് എടുത്ത കുറച്ച് കറിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി ഞാനും കൂടെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.